ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കപ്പയും മത്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരു മാസമായിട്ട് കേട്ടോ. കറക്റ്റ് എഡിറ്റ് ചെയ്യാനൊക്കെ അങ്ങനെ സമയം കിട്ടാണ്ട് ഇപ്പോഴാണ് കേട്ടോ എല്ലാം കൂടി തട്ടിക്കൂട്ടി ഒന്ന് എഡിറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ സമയം ഒരു ഉച്ച 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തിരുന്നത് റാണിയും ഫറും കൂടിയിട്ടാണ്. ഇന്നലെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മത്തി കിട്ടിയപ്പോൾ എന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊള്ളി വാങ്ങിച്ചിട്ട് എന്തായാലും മത്തിയും കൊള്ളിയും കൂടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിക്കാമെന്ന്. അപ്പോൾ മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടുത്തെ കുറച്ച് മീനുകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാം. നല്ല നെയ്യുള്ള മത്തിയാണ് ഞാൻ കൊള്ളിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതാണ് ഇന്നലെ കണ്ടപ്പോൾ എന്നെ പെട്ടെന്ന് വാങ്ങിച്ചത്. ഇവിടെ ഈ റാണി വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുത്ത് തരാനായിട്ട്. ഇവിടെ ഇങ്ങനെ ശ്രീലങ്ക കൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കൊള്ളി കിട്ടും കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കാറുണ്ട്. നന്നായി വാഷ് ചെയ്ത് ഇവിടെ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി വാഷ് ചെയ്ത് വെച്ചേക്കണ കൊള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെട്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. എനിക്കാണെങ്കിൽ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറിക്കൊക്കെ അരിയാനായിട്ട്. ഞാനിങ്ങനെ എവിടെയെങ്കിലും റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ പോവുകയാണെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചിങ്ങനെ കറിക്കൊക്കെ അരി കേട്ടോ. ഇങ്ങനെ പയറൊക്കെ നന്നാക്കുക, അതൊക്കെ ഒറ്റയ്ക്ക് ഇരുത്ത് നന്നാക്കാനും പിന്നെ ഇതുപോലെ കൊള്ളിയൊക്കെ നന്നാക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മീനൊക്കെ അതൊക്കെ ഭയങ്കര ജീവനാണ്. മീനൊക്കെ നന്നാക്കാനാണെങ്കിൽ ഞാനാണ് കേട്ടോ കൂടുതൽ എൻ്റെ വീട്ടിൽ മീനൊക്കെ നന്നാക്കാറ്. അമ്മേനെ കൊണ്ട് അങ്ങനെ തൊടിക്കാറില്ല കേട്ടോ. ഞാൻ തന്നെയായിരുന്നു മീനൊക്കെ നന്നാക്കിയിരുന്നത്. മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. എനിക്ക് പിന്നെ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരും. വലിയ മത്തിയായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 6 മത്തിയൊക്കെ ആട്ടോ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1-2 നന്നാക്കുന്നത് മാത്രമേ ഇപ്പോൾ കാണിക്കണുള്ളൂ കേട്ടോ. ഇവിടെ ഈ റാണിയുടെ വേത്തിക്കൊക്കെ തെറിക്കുന്നുണ്ട് ചെറുതായി. മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തവന്ന് ചേച്ചി കൊള്ളിയൊക്കെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടാട്ടോ വേവിക്കുന്നത്. എനിക്കാണെങ്കിൽ 2 മൺചട്ടികളാട്ടോ ഉള്ളത്. ഒരെണ്ണം ഒരു ബ്ലാക്കാണ്, പിന്നെ ഒരെണ്ണം ഒരു ഓറഞ്ച് കളറും. ഈ ഒരു ഓറഞ്ച് കളർ ചെറിയ ചട്ടിയിലാട്ടോ ഞാൻ എപ്പോഴും മീൻ കറിയൊക്കെ വെക്കുക. പിന്നെ ഒരു ബ്ലാക്കാണ്, അതിലിങ്ങനെ മീൻ ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടി എടുക്കും. ഇതൊക്കെ പണ്ട് നാട്ടിൽ നിന്ന് അമ്മ അച്ഛന് കൊടുത്തേച്ചിട്ടുള്ളതാട്ടോ. റാസൽ ഗേമയിൽ അച്ഛനുള്ളപ്പോൾ അച്ഛൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് എല്ലാ മീൻചട്ടി, ഈ 2 മീൻചട്ടിയും പിന്നെ പാത്രങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇവിടേക്ക് തന്നയിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കൊള്ളി മത്തി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തെങ്കിലും നല്ല ഭംഗിയിൽ ഇങ്ങനെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ റാണി പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പ്ലേറ്റിലൊക്കെ നിരത്തി വെച്ചത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ ചെപ്പുകളിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ എല്ലാത്തിലും ഇടാന്നാട്ടോ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതേ മീൻ എടുത്തിട്ടുണ്ട്, പിന്നെ അതേ പ്ലേറ്റുകളിൽ സാധനങ്ങളൊക്കെ വേണ്ടതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെറിയുള്ളിയും മുളകും ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഇപ്പോഴും ഉണ്ടാക്കുക. കറിവേപ്പിലും ഇഞ്ചിയൊക്കെ കൂടിയിട്ട്, വെളുത്തുള്ളി വേണ്ട, ഇഞ്ചിയൊക്കെ കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് ആദ്യം അതെല്ലാം അതിൻ്റെ മുകളിലിടും. പിന്നെ കുറച്ച് സവോള ഇങ്ങനെ അരിഞ്ഞിട്ട് അതിടും. പിന്നെ പൊടികൾ ഇട്ടിട്ട് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. ഈ ഒരു ഇതിലാട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ മീൻ എത്രയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് സാധനമായാലും അതിൻ്റെ ആ ഒരു അളവനുസരിച്ചിട്ട് പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എരി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ പുളി കൂടുതലാവുന്നത് ചേട്ടൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പുളി കുറച്ചിട്ടാണ്. അപ്പോൾ അതേ അതിന് തന്നെ കുടംപുളിയൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്.
ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തൊട്ടപ്പുറത്തിരിക്കണ ചെറിയ മൺചട്ടി ഉണ്ടല്ലോ, ഓറഞ്ച്, അതിലാണ് കേട്ടോ ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. പിന്നെ എന്തോ ഇതിലങ്ങോട്ടെല്ലാം മിക്സ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാട്ടോ പിന്നെ ഓർമ്മ വന്നത്. മീനിലവിടെ പൊടികളൊക്കെ മിക്സ് ചെയ്ത് ആ ഒരു സമയം കൊണ്ട് ഇവിടെ കൊള്ളി വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോഴേക്കും പിന്നെ ഫറു എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കൊള്ളി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് മീനും കൂടി ആവണമല്ലോ, എന്നിട്ട് വേണ്ടേ മിക്സ് ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് ഫറു വന്ന് അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കാം മുടിയിൽ. ഞാനാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നും പരീക്ഷിക്കാത്ത ഒരാളാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹം മുടിയിലൊന്ന് എന്തെങ്കിലും ചെയ്തു നോക്കാൻ. അങ്ങനെ ആളിതേ ഇവിടെ തുടങ്ങുന്നുണ്ട്. ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് അതൊന്നും ശരിയായില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് റാണിക്ക് ഫറുവിനാണെങ്കിൽ എൻ്റെ പാട്ട് കേൾക്കണം. ഞാൻ പാട്ട് പാടുന്നത് ഒരു നേരം കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് വെറുതെ വീഡിയോ എടുക്കാതെ വിചാരിച്ചു. ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് പാട്ടൊക്കെ പാടിയെടുത്തിട്ട് ആരെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് തരണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഫോൺ എവിടെയെങ്കിലും ഇങ്ങനെ ചാരി വെച്ച് അങ്ങനെ തന്നെ എടുക്കാറില്ല. വീട്ടിൽ നിന്ന് ഇങ്ങനെ അമ്മ വിളിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടോ, നീ ആ ഒരു സിനിമയിലത്തെ നല്ല പാട്ടാണ്, നീ അതൊന്ന് പാടി അയക്കുന്നൊക്കെ പറയാറുണ്ട്. ഫറുവിനൊക്കെയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ അത് ഇതുപോലെ ഇങ്ങനെ വീഡിയോസ് എടുത്തു തരാൻ. അവരെന്നെ കേട്ടോ എന്നെ കൊണ്ട് ഇങ്ങനെ അവിടേക്ക് ഇവിടേക്കൊക്കെ തിരിച്ചെടുത്ത് ഇതുപോലെ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അതുവായി മാറിയതാരേ അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ നിനവുകളെഴുതിയതാരേ അവളെ പ്രണയിനിയാക്കിയതാരേ പാട്ട് പാടുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ അവിടെ വെച്ച് വന്ന മീൻകറിയാണ് കേട്ടോ. അതിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി അത് കരിയോന്നാണ് ഇപ്പോൾ ഒരു പേടി. വന്ന് നോക്കിയപ്പോൾ അല്ലാതെ വറ്റി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം തന്നെ കൊള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യാണ്. ഞാൻ കൊള്ളി മത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മല്ലിയില ഇടാറില്ല കേട്ടോ. ഫറു ആണ് പറഞ്ഞത് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മല്ലിയിലൊക്കെ ഇട്ട് പിന്നെ മിക്സ് ചെയ്തത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ടേബിളിൽ. ഇനി പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ടേസ്റ്റ് നോക്കലാണ്. എന്നോട് തന്നെ ആദ്യം കഴിക്കി, ഞങ്ങൾ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടാട്ടോ ഇവർ എന്നെ കൊണ്ട് ഇപ്പോൾ കഴിപ്പിക്കുന്നത്. ഞാൻ തന്നെ ആദ്യം കഴിച്ചു നോക്കി. സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല നെയ്മത്തിയൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത് റാണിയാട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. റാണി ഇതേ വീഡിയോയിൽ നോക്കാൻ വേണ്ടി നാണായിട്ട് സൈഡ് ചെരിഞ്ഞ് നിന്നിട്ടാട്ടോ അടിപൊളി എന്നൊക്കെ പറയുന്നത്. ഫറുവിൻ്റെ മോനാണ് കേട്ടോ, അവനും കൂടി കുറച്ച് കൊടുത്തു. ഫറു ഇതേ ഇവിടെ സൈഡ് ചെരിഞ്ഞ് നിന്നിട്ടാട്ടോ അടിപൊളി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് റൂമിലേക്ക് പോയിട്ട് അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി ഇപ്പോൾ ഫറു 2 പിള്ളേരും കൂടിയിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ. അപ്പോൾ അടുത്തൊരു പാർക്കുണ്ട്, പാർക്കിലും പോവാം. പിന്നെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് പൈസയൊക്കെ കൊണ്ടാട്ടോ പോണത്. പിള്ളേർ ഇതേ 2 വണ്ടി എടുത്തുണ്ട് കേട്ടോ. ഇതിനാണെങ്കിൽ ഭയങ്കര സൗണ്ടാണ്. പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്നും പൂച്ചകളാണ് കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടേക്ക് വരാൻ. ഇന്നത്തെ ഈ നല്ല വണ്ണമുള്ള ഒരു പൂച്ചാട്ടോ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ കാണുന്നത്. മെല്ലെ മെല്ലെ കുറച്ച് നേരം പിന്നെ അവിടെ നിന്ന് പൂച്ചേനെയൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ അടുത്തൊരു അശ്വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു മാട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ പിന്നെ അവിടേക്ക് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും അധികം നടന്നൊന്നുമില്ല. നേരെ അവിടെ എത്തിയിട്ട് കാണാം.
ഇതപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡ് ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാഷ്റൂമിൽ കയറിയിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ പോകാതെ വിചാരിക്കണേ. റൂമിൻ്റെ അടുത്താണ് കേട്ടോ വരുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ നടന്നു വരാറുണ്ട്. മുൻപൊരു വീഡിയോയിൽ കാണിച്ചിരുന്നില്ല ഇവിടെ വന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്നും ഐസ്ക്രീം വാങ്ങിക്കാൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ ട്രിബിളിനൊക്കെ ഇതാകെ പോയിണ്ടാവില്ല. ഫറും ഐസ്ക്രീം വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇത് ഒരെണ്ണാട്ടോ വാങ്ങിച്ചു. ഈ ഒരു ഡബിൾ ചോക്ലേറ്റ് ഞാൻ എപ്പോൾ വന്നാലും ഇത് ഒരെണ്ണാട്ടോ വാങ്ങിക്കുക. കാരണം എനിക്ക് ഒരു ഫ്ലേവർ കഴിച്ച് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്യില്ല. പിന്നെ അതന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിന്നെ പതുക്കെ ഞങ്ങളുടെ വില്ലേരെ ഭാഗത്തേക്ക് നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുക്കിംഗ് വീഡിയോ പിന്നെ ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ഡിയേഴ്സ്.